പ്രപഞ്ചത്തിലുള്ളൂ. ഉണ്ടാവാം, പുതിയ സാധനങ്ങൾ ഉണ്ടാവാം, അത് കണ്ടുപിടിച്ചാൽ അതെന്തായിട്ട് കൂട്ടും, പുതിയൊരു എലമെന്റ് ആയിട്ട് കൂട്ടും എന്നതാണ് ക്ലിയർ. ശരിക്കും പറഞ്ഞ കെമിസ്ട്രി വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു 7-8 നൂറ്റാണ്ടുകൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അന്ന് ആളുകളുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ഈ സ്വർണത്തിന് ഭയങ്കര വിലയാണല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർണ്ണമായി മാറും എന്ന് പരിശോധിക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു 12-ാം നൂറ്റാണ്ടും 13-ാം നൂറ്റാണ്ടിലും. അതായത് അവരെന്ത് ചെയ്യും, കുറച്ച് ഇരുമ്പെടുക്കും, എന്തെങ്കിലും ചൂടാക്കി നോക്കണം. അപ്പൊ ചൂടാക്കി നോക്കുമ്പോ അതെന്തായി മാറുന്നുണ്ടോ, ഗോൾഡായിട്ട് മാറുമോ എന്ന് പരിശോധിക്കുകയാണ്. പിടികിട്ടിയാ പറഞ്ഞത്. അപ്പൊ അത് മാറുന്നില്ല, അപ്പൊ അവരത് മാറ്റി വെച്ചു. ഇനി വേറെ സാധനം എടുക്കുകയാണ്, സോഡിയം എടുക്കുകയാണ്, എന്നിട്ട് അവര് എന്തെങ്കിലും ചെയ്ത് നോക്കുകയാണ്. കിട്ടാവുന്ന സബ്സ്റ്റാൻസസ് ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുണ്ടോ നോക്കുകയാണ്, അവര് ഗോൾഡായിട്ട് മാറുണ്ടോ നോക്കുകയാണ്. അങ്ങനെ കുറെ വർഷങ്ങൾ എന്താണ് ഇതുപോലെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തു നോക്കി. പലതരത്തിലുള്ള എന്താണ് എക്സ്പെരിമെന്റുകൾ അവർ ചെയ്തു നോക്കി. എന്നിട്ട് എന്ത് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കണേ, അവര് ഗോൾഡ് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ആളുകളെ വിളിച്ചിരുന്ന പേരാണ് എന്ത്, ആൽക്കമിസ്റ്റുകൾ. എന്താണ് ആൽക്കമിസ്റ്റ്? ആൽക്കമിസ്റ്റ് നോവലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അതിന് ഫേമസ് ആയിട്ടുള്ള നോവൽ ആൽക്കമിസ്റ്റ്. അതിൽ അങ്ങനത്തെ ഒരു കഥ തന്നെയാണ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ ആൽക്കമിസ്റ്റുകൾ ചെയ്തിരുന്ന കാര്യം എന്താ, പലതരത്തിലുള്ള സബ്സ്റ്റാൻസസ് അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ നോക്കുകയാണ് അവര്, ഗോൾഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്തുണ്ടാക്കാൻ നോക്കുകയാണ്? ഗോൾഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പൊ ആക്ച്വലി അവർ ചെയ്ത എന്താണ്, പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യണം. പക്ഷെ ഗോൾഡ് കിട്ടിയില്ലെങ്കിലും കുറെ റിസൾട്ടുകൾ അവർക്ക് കിട്ടുകയാണ്. ഇരുമ്പ് ചൂടാക്കിയാൽ ഇന്ന സാധനം ആവും, ഇരുമ്പിന്റെ കൂടെ ഇന്ന സാധനം റിയാക്ട് ചെയ്താൽ ഈ ഒരു സാധനം ഉണ്ടാവും അല്ലെ. പലതരത്തിലുള്ള എന്ത് കിട്ടുകയാണ്, റിസൾട്ടുകൾ അവർക്ക് കിട്ടുകയാണ്. അവസാനം അവർക്ക് ഗോൾഡ് കിട്ടിയില്ല. പിന്നെ അവർക്ക് കിട്ടിയത് എന്താണ്, അത് അങ്ങനെ രൂപാന്തരം പ്രാപിച്ച് മുന്നോട്ട് പോയി പലതരത്തിലുള്ള സബ്സ്റ്റാൻസസിനെ കുറിച്ച്, അവരുടെ റിയാക്ഷൻസ് എന്താണ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യാണ്, മനസ്സിലാവുകയാണ്. പിന്നെ അങ്ങനെ ഫൈനലി അതെന്തായിട്ട് മാറുകയാണ്, നമ്മൾ ഇന്ന് കാണുന്ന ഒരു കെമിസ്ട്രി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുക. നമ്മൾ ഇരുമ്പിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഇരുമ്പ് എടുത്തു വെക്കും, ഇരുമ്പിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ്, ഇരുമ്പിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, ഇരുമ്പിന്റെ സൊല്യൂബിലിറ്റി എന്താണ്, ഇരുമ്പ് ആസിഡിന്റെ കൂടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ഇരുമ്പ് ബേസിന്റെ കൂടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ഇരുമ്പ് മെറ്റൽ കാർബണേറ്റുകളുടെ കൂടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. അപ്പൊ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ, അത് മറ്റു പല സാധനങ്ങളുടെ കൂടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഹൗ ദേ റിയാക്ട്, എന്തൊക്കെ പ്രോഡക്റ്റുകൾ കിട്ടും എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പരിശോധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി എന്ന് പറഞ്ഞേ, എന്താ സ്റ്റഡി അബൌട്ട് ദ, പറയടാ, സ്റ്റഡി അബൌട്ട് ദ സബ്സ്റ്റാൻസസ്. എന്താണ് സ്റ്റഡി അബൌട്ട് ദ സബ്സ്റ്റാൻസസ്? പദാർത്ഥങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാണ് നമ്മൾ പഠിക്കുകയാണ്, മെറ്റീരിയൽ സബ്സ്റ്റാൻസസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അവര് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെയാണ് അവരുടെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെയാണ് അവരുടെ സ്ട്രക്ചർ, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് എന്ത്, കെമിസ്ട്രി. ഇപ്പൊ എങ്ങനെ പറയാം, എങ്ങനെ ഡെഫിനിഷൻ ആക്കാം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡെഫിനിഷൻ ആക്കാം, എങ്ങനെ ചെയ്യാം നമുക്ക്. കെമിസ്ട്രി ഈസ് എന്താണ്, ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെ, സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. എന്തൊക്കെയാണ് അവിടെ പഠിക്കുന്നത്, വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ആരാണ്, മെറ്റീരിയൽ സബ്സ്റ്റാൻസസ്. ക്ലിയർ? ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഘടന, രാസപ്രവർത്തന രീതികള് അല്ലെ, എങ്ങനെ അത് ഉണ്ടാക്കാം, എന്തൊക്കെ സവിശേഷതകൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മള് പഠനം നടത്തുന്ന ഒരു സയൻസിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കെമിസ്ട്രി. അപ്പൊ നമുക്ക് ഇതിന് പഠിക്കാനുള്ള ആദ്യത്തെ ഡെഫിനിഷൻ, ഇതിപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടല്ല, ഒരു ക്ലാസ് എടുക്കുമ്പോൾ പഠിച്ചിട്ട് വരിക, നമുക്ക് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെ ഡെഫിനിഷൻ ആക്കാം നമുക്ക്, ഒന്നുകൂടെ എന്തായാലും ഡെഫിനിഷൻ ആക്കാം അല്ലെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ പറയുക, കെമിസ്ട്രി ഇസ് ദ, എന്താണ്, ആരുടെ ബ്രാഞ്ചാ, ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെ. കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് എന്താ, വിച്ച് ഡീൽസ് വിത്ത് അല്ലെ, വിച്ച് ഡീൽസ് വിത്ത്, ആരൊക്കെയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ആരൊക്കെയാണ്, വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് അല്ലെ. എന്താണ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ, ആദ്യം എങ്ങനെ വിച്ച് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻസ്, പിന്നെന്താ പ്രോപ്പർട്ടീസ്
പിന്നെന്താ സ്ട്രക്ചേഴ്സ്, ഈ സബ്സ്റ്റാൻസസിന്റെ ഘടന എന്താണ്, ഷേപ്പ് എന്താണ്, H2O മോളിക്യൂൾ നീളത്തിലാണോ വട്ടത്തിലാണോ ചതുരത്തിലാണോ എന്നൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹം. സ്ട്രക്ചേഴ്സ് ആൻഡ് റിയാക്ഷൻസ് എന്താണ്, ആൻഡ് റിയാക്ഷൻസ് ഓഫ് ആരാണ്, മെറ്റീരിയൽ സബ്സ്റ്റാൻസസ്. മെറ്റീരിയൽ സബ്സ്റ്റാൻസസ് ക്ലിയർ. അപ്പൊ മെറ്റീരിയൽ സബ്സ്റ്റാൻസസിന്റെ എന്തൊക്കെയാണ് പറഞ്ഞേ, മെറ്റീരിയൽ സബ്സ്റ്റാൻസസിന്റെ വായിക്കടാ മക്കളെ, എന്താ മെറ്റീരിയൽ സബ്സ്റ്റാൻസസിന്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചേഴ്സ്, റിയാക്ഷൻസ് ഓഫ് ആരുടെ, മെറ്റീരിയൽ സബ്സ്റ്റാൻസ്. ഇതിനെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ഒരു ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കെമിസ്ട്രി. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒന്ന് ഡെഫിനിഷൻ ഒന്ന് പാടി കൊടുത്തേ, എന്താ, കെമിസ്ട്രി ഇസ് ദ branch of science which deals with the preparation, properties, structures and reactions of material substances. പദാർത്ഥങ്ങളുടെ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ, എന്തൊക്കെയാണ് അവരുടെ ഘടന, എന്തൊക്കെയാണ് അവരുടെ രാസപ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ്, സയൻസിന്റെ ഒരു ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കെമിസ്ട്രി. കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞ ഡെഫിനിഷൻ അത് ബുക്കിലേക്ക് ഒന്ന് എഴുതുക, വായിച്ചിട്ട് തുടങ്ങിയോ. കെമിസ്ട്രി ഹെഡിങ് കൊടുക്കുക, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി കേട്ടോ. ചാപ്റ്റർ 1 സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. Some basic concepts of chemistry. Chemistry is the branch of science. Chemistry is the branch of science which deals with the preparation, comma properties, comma structure and the reactions of material substances. Okay. And the reactions of material substances. കൈയോടെ ഇവിടെ തന്നെ പഠിച്ചു പോവാം, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ മാക്സിമം എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോവാം. പതുക്കെ എടുക്കാം കേട്ടോ, നമുക്ക് തിരക്കൂട്ടണ്ട, തിരക്കൂട്ടി നമുക്ക് മനസ്സിലാവില്ല കാര്യങ്ങൾ, പതൊക്കെ പഠിച്ചു പോയാൽ. അപ്പൊ ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് കെമിസ്ട്രി, എന്താ, കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the properties of properties ആദ്യം എന്താണ്, which deals with the preparation, properties, structures and reactions of material substances. എന്നോട് പറഞ്ഞേ, കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the preparation, properties, structures and reactions of material substances. Okay. ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പഠിക്കാനുള്ള സംഗതിയാണ് മാറ്റർ. 10ലൊക്കെ പഠിച്ചിട്ടില്ലേ, 10ലോ 9ലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണ് എന്ത്, മാറ്റർ. എന്താണ്, അടുത്ത ഹെഡിങ് കൊടുക്കുക, സൈഡ് ഹെഡിങ് പോലെ കൊടുക്കുക, മാറ്റർ. അപ്പൊ മെറ്റീരിയൽ സബ്സ്റ്റാൻസസ് എന്ന് പറഞ്ഞു അല്ലെ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പഠിക്കാനുള്ള സംഗതിയാണ് എന്ത്, മാറ്റർ. എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറയുമ്പോ പദാർത്ഥം എന്നുള്ളൊരു മീനിങ് തന്നെയാണ് മാറ്റർ. എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സാധനങ്ങളാണ് വേണ്ടത്. തൽക്കാലം ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്ത് വെക്കാം. എന്താണ്, മാസ് പ്ലസ് വോളിയം. മാസും വോളിയവും ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഓക്യുപൈസ് സ്പേസ് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് മാസ്, ഇതിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും മാറ്റർ ആണോ? ഈ കാണുന്ന സാധനങ്ങളൊക്കെ എന്താണ്, മാറ്റർ ആണ്. മാറ്റർ ആവാനുള്ള കണ്ടീഷൻ ആണ്, അതിന് എന്ത് വേണം, സ്വന്തമായിട്ട് മാസ് വേണം, പിന്നെ എന്ത് വേണം, ഓക്യുപൈ ചെയ്യാൻ ഒരു വോളിയം വേണം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലം വേണം. ഈ പേന മാറ്റർ ആണോ? അതെ. എന്തുകൊണ്ടാ, ഇതിന് എന്തുണ്ട്, ഇതിനൊരു മാസ് ഉണ്ട്. ഇത് ഇരിക്കാൻ എന്ത് വേണം, വോളിയം വേണം അല്ലെ. ഞാൻ ഒരു ബക്കറ്റിൽ അതിന്റെ ലെവൽ വരെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഈ പേന അതിലേക്ക് വെച്ച് എന്തുണ്ടാവുക, കുറച്ച് വെള്ളം ഇങ്ങോട്ട് പോകും, പുറത്തേക്ക് പോകും. എന്തുകൊണ്ടാ പുറത്തേക്ക് പോകുന്നത്, ഈ പേനയ്ക്ക് ഇരിക്കാൻ എന്ത് വേണം, കുറച്ച് സ്ഥലം വേണം. അപ്പൊ അവിടെ ഇരിക്കുന്ന ആര് പുറത്തേക്ക് പോയി, വെള്ളം പുറത്തേക്ക് പോയി. നമ്മളൊക്കെ എന്താണ്, മാറ്റർ ആണ് അല്ലെ. നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, നമുക്ക് മാസ് ഉണ്ട്, നമുക്ക് ഇരിക്കാൻ എന്ത് വേണം, കുറച്ച് സ്ഥലം വേണം അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ഒരു സ്മെല്ല് വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരികയാണ്, ഇത് മാറ്റർ ആണോ? ദേഷ്യം വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ സ്നേഹം വരികയാണ്, അത് മാറ്റർ ആണോ? മാറ്റർ ആയിട്ട് പറയാൻ പറ്റുമോ? മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതിയാണോ അത്? അല്ല. കാരണം ദേഷ്യത്തിന് സ്നേഹത്തിനൊക്കെ നമുക്ക് മാസ് എടുക്കാൻ പറ്റുമോ? 10 കിലോ സ്നേഹം എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല.
ഇരിക്കുക. എനിക്ക് കുറച്ച് സ്ഥലം വേണം. സ്നേഹം ഒരാൾക്കുള്ള സ്നേഹം കൂടിയിട്ട് മറ്റേ ആളുടെ സ്നേഹം പുറത്തേക്ക് അങ്ങനെ ഉണ്ടാ. സ്മെല്ലിന് ഇരിക്കാൻ സ്ഥലം വേണം. അതിന് മാസ് പറയാൻ പറ്റും. ഒരു സ്മെല്ല് വരുമ്പോ 10 കിലോ സ്മെല്ല് എന്ന് പറയാൻ പറ്റും അല്ലെ? അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻസ് ആണുള്ളത്. എന്താണ് ബേസിക് ആയിട്ട് പെട്ടെന്ന് പറയാനായിട്ട്? എന്താ 2 സാധനങ്ങൾ വേണം. ഏതാ? അതിന് സ്വന്തമായിട്ടൊരു മാസ് വേണം, അതിന് ഇരിക്കാൻ എന്ത് വേണം? വോളിയം വേണം അല്ലെ? അപ്പൊ എങ്ങനെ പറയാം? മാറ്റർ ഈസ് ദാറ്റ് anything which occupies എന്താണ്? which occupies space. anything which occupies space occupy ചെയ്യുന്നത് and അതിന് സ്വന്തമായിട്ട് എന്ത് വേണം? മാസ് വേണം അല്ലേ? and has a definite mass. അതിന് സ്വന്തമായിട്ട് എന്ത് വേണം? മാസ് വേണം. matter is that anything which occupies the space and has a definite mass. അപ്പൊ 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതിന് സ്വന്തമായിട്ട് എന്ത് വേണം? മാസ് വേണം, പിന്നെ എന്ത് വേണം? വോളിയം വേണം. അപ്പൊ മാസും വോളിയം ഉള്ള സാധനങ്ങളെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? മാറ്റർ എന്ന് പറയാനായിട്ട് പറ്റുക. ഇനി മാറ്റർ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ തൊട്ട് താഴെ കൊടുക്കുക ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റുകൾ എന്തെല്ലാം? ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എത്ര ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട് മാറ്ററിന്? പൊതുവെ നമ്മൾ എത്ര പറയാറ്? 3 എണ്ണമാണ് പറയാറ് അല്ലെ? ആണോ? അതെ. ഏതൊക്കെയാ? ഗ്യാസ് അല്ലെ, ലിക്വിഡ്, സോളിഡ്. പക്ഷെ ശരിക്കും 3 എണ്ണം അല്ല. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 7 എണ്ണം വരും. ഇപ്പൊ തീ ഏതാ സ്റ്റേറ്റ്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? തീയുടെ ഫ്ലെയിം വരുന്നത് വേറെ സ്റ്റേറ്റ് ആണ്. 7 സ്റ്റേറ്റ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനം എത്രണ്ണാണ്? ബേസിക്കലി എത്രണ്ണാണ്? 3 എണ്ണമാണ്. കൂടാതെ എത്രണ്ണുണ്ട്? ശരിക്കും 7 ആണ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒക്കെ കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. 7 സ്റ്റേറ്റുകളാണ്. അപ്പൊ നമ്മൾ പഠിക്കും കുറച്ചുകൂടെ എന്തായി നെക്സ്റ്റ് ലെവലിലേക്ക് പഠിക്കുകയാണ്. അപ്പൊ 3 സ്റ്റേറ്റ് നമ്മൾ പൊതുവെ പറയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്ര സ്റ്റേറ്റ് തന്നെയാണ് പറയുക? 3 സ്റ്റേറ്റ് തന്നെയാണ് പറയുക. പക്ഷെ കുറച്ച് ഹയർ ലെവലിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? കറക്റ്റ് 7 ഉണ്ട്. അപ്പൊ 7 ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പൊ എഴുതാം based on the physical state we can divide matter into different categories. Based on physical state we can divide matter into different categories. താഴേക്ക് ലിസ്റ്റ് ചെയ്തു പോട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ്. ആ പേരിൽ മാത്രം അറിഞ്ഞിരിക്കുകയാണ്. നാളേക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? പതുക്കെ എടുത്തു തുടങ്ങാം. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് സ്പീഡ് ആക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാ? സോളിഡ് സ്റ്റേറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ് എന്താ? ലിക്വിഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് എന്താണ്? സോളിഡ്. സെക്കൻഡ് എന്താ? ലിക്വിഡ്. തേർഡ് എന്തായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റ്. നാലാമത്തെ സ്റ്റേറ്റ് ആണ് പ്ലാസ്മ. കേട്ടിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ ബുക്കിലുണ്ട് പ്ലാസ്മ സ്റ്റേറ്റും ഈ ബോസ് കണ്ടൻസേറ്റ് ഒക്കെ ഉണ്ട്. ഒരു പെട്ടിയിൽ വേറെ കൊടുത്തിട്ട് വായിച്ച് ഓർമ്മയുണ്ടോ? 4ാമത്തെ സ്റ്റേറ്റ് ആണെന്ന് പ്ലാസ്മ സ്റ്റേറ്റ്. മാർക്ക് ചെയ്യട്ടോ, പ്ലാസ്മ സ്റ്റേറ്റ്. 5ാമത്തെ സ്റ്റേറ്റ് ആണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ബോസ് BOSC. ബോസ് ഒരാളുടെ പേരാണ്. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. 6ാമത്തെ സ്റ്റേറ്റ് ആണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ സ്റ്റേറ്റ് ആണ് ക്വാർട്ട് ഗ്ലൂക്കോൺ സ്റ്റേറ്റ്. എത്ര സ്റ്റേറ്റ് പറഞ്ഞ നമ്മള്? 7 സ്റ്റേറ്റുകളാണ് പറയുന്നത് അല്ലെ? എത്ര സ്റ്റേറ്റുകളാണ് പറയുന്നത്? 7 സ്റ്റേറ്റുകളാണ് പറയുന്നത്. ഏതൊക്കെയാണ് 7 സ്റ്റേറ്റുകൾ? ആദ്യത്തെ 3 നമുക്ക് അറിയുന്നതാണ്. 4 എന്താണ്? പുതിയ പേരുകളാണ് അല്ലെ? നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഒന്ന് പഠിക്കാം. നാളേക്ക് വരുമ്പോൾ പഠിക്കാം കേട്ടോ. തിങ്കളാഴ്ചക്ക് വരുമ്പോൾ പഠിക്കാം. തിങ്കളാഴ്ച കെമിസ്ട്രി മാത്സും ചോദിക്കും കേട്ടോ. പരീക്ഷ ചോദിച്ചിരിക്കാതെ. അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞ? ആദ്യത്തെ 3 സ്റ്റേറ്റ് നമുക്ക് അറിയാം. ഏതാ? സോളിഡ്, ലിക്വിഡ്,
ഗ്യാസ്, പിന്നെ ഏതാ പ്ലാസ്മ. ഇവിടെ തന്നെ പഠിച്ചു പോക്കോ കുറെ. എന്താ പ്ലാസ്മ സ്റ്റേറ്റ്, പിന്നെ ഏതാ ബോസ് ഐസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, പിന്നെ എന്താണ് ക്വാർക്ക് ഗ്ലൂക്കോൺ കണ്ടൻസേറ്റ്. ഏതാണ് ക്വാർക്ക് ഗ്ലൂക്കോൺ സോറി കണ്ടൻസേറ്റ് എന്നുണ്ട് കേട്ടോ. ക്വാർക്ക് ഗ്ലൂക്കോൺ കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ക്വാർക്ക് ഗ്ലൂക്കോൺ പ്ലാസ്മ. പ്ലാസ്മ എന്ന് എഴുതിക്കോ. ക്വാർക്ക് ഗ്ലൂക്കോൺ പ്ലാസ്മ എന്ന് എഴുതിട്ടോ. രണ്ടും ഉണ്ട്, പ്ലാസ്മ എഴുതി, പ്ലാസ്മ കൊടുത്താണ് ക്വാർക്ക് ഗ്ലൂക്കോൺ പ്ലാസ്മ. അപ്പൊ നമ്മൾ പുതിയൊരു അറിവ് അവിടെ കാണുന്നതാണ് അല്ലെ. എന്താണ് 7 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണമെന്നില്ല, നാലെണ്ണം ജസ്റ്റ് പേരുകളൊന്നും എന്ത് ചെയ്യാം പറഞ്ഞിരിക്കുക, അത്രയും വേണം. ഓക്കെ, എന്തൊക്കെ പഠിച്ചു? 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് കാണാതെ പറയാൻ പറ്റുന്ന നോക്കി. ആദ്യം പഠിച്ചെന്താ കെമിസ്ട്രി. എന്താണ് കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ? എന്താ കെമിസ്ട്രി? which is a branch of science which deals with the preparation, properties, structure and the reactions of the material substances. അല്ലേ? പിന്നെ എന്താ മാറ്റർ? സിമ്പിൾ ഡെഫിനിഷൻ എന്താ? മാറ്റർ ഈക്വൽ ടു മാസ് പ്ലസ് വോളിയം അല്ലേ? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപൈസ് സ്പേസ് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് മാസ് അല്ലേ? ഫിസിക്കൽ സ്റ്റേറ്റ് എത്രണ്ണ? 7 എണ്ണം ആക്കി അല്ലേ? ഏതൊക്കെ 7 എണ്ണം? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ് ഐസ്റ്റൈൻ കണ്ടൻസേറ്റ്, പിന്നെ എന്താ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, പിന്നെ ഏതാ ക്വാർക്ക് ഗ്ലൂക്കോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂക്കോൺ പ്ലാസ്മ. ഇതുവരെ കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? വലിയ കാര്യങ്ങൾ പഠിച്ചോ? ഇല്ല, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അതിന്റെ ഉള്ളില് വരുന്ന ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. നമുക്ക് മാറ്ററിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. അപ്പൊ മാറ്റർ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. സബ്സ്റ്റാൻസസ് എന്താണെന്ന് മനസ്സിലായി. മാസും വോളിയുള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. എന്താണ് മാസും വോളിയുള്ള സാധനങ്ങളെ എന്തെന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് മാറ്ററിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ശ്രദ്ധിക്കാം, ബോർഡ് ശ്രദ്ധിച്ചാൽ മാറ്ററിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് പ്യുവർ സബ്സ്റ്റാൻസസ്, മറ്റൊന്ന് എന്താ മിക്സ്ചേഴ്സ്. എന്താണ് പ്യുവർ സബ്സ്റ്റാൻസസ്, മറ്റൊന്ന് എന്താണ് മിക്സ്ചേഴ്സ്. മാറ്ററിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ് കേട്ടോ. ഒന്നെന്താണ് പ്യുവർ സബ്സ്റ്റാൻസസ്, മറ്റൊന്ന് എന്താണ് മിക്സ്ചേഴ്സ്. ഫ്ലോ ചാർട്ട് പോലെ ചെയ്യാത്ത പ്യുവർ സബ്സ്റ്റാൻസസ്, പിന്നെ എന്താണ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റാൻസസിനെ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇത് ഓരോന്നും പഠിക്കണം. ക്ലാസ് ചെയ്യുമ്പോൾ അവസാനിപ്പിക്കാം. ഒന്നെന്താ എലമെന്റ്സ്, മറ്റൊന്നാണ് എന്ത് കോമ്പൗണ്ട്സ്. എലമെന്റ്സും അതുപോലെ എന്താണ് കോമ്പൗണ്ട്സ്. ഓക്കെ, എലമെന്റ്സും കോമ്പൗണ്ട്സും ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആരെ കാറ്റഗറൈസ് ചെയ്യാം? എലമെന്റ്സിനെ അല്ല, പ്യുവർ സബ്സ്റ്റാൻസസിനെ കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ് മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സിനെ നമ്മൾ 2ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചേഴ്സും മറ്റൊന്ന് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഇവിടെ ശ്രദ്ധിക്കുക, സമയം തരാം മാഷ്. ഒന്നെന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സും മറ്റൊന്ന് എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. കുഴപ്പമില്ലല്ലോ. ഇതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ആദ്യം പറഞ്ഞു മാറ്ററിനെ എത്രയായിട്ട് തരംതിരിക്കാം? 2ആയിട്ട്. ഏതൊക്കെയാ? പ്യുവർ സബ്സ്റ്റാൻസസും ആ വാക്കുന്ന ഒരു കാര്യം ഇവിടെ പ്യുവർ ആണ് അല്ലെ, മറ്റൊടത്ത് എന്താണ് മിക്സ്ചർ അല്ലെ. പ്യുവർ സബ്സ്റ്റാൻസസിന് എത്രയായിട്ട് എടുക്കാം? ഏതൊക്കെയാ? എലമെന്റ്സും കോമ്പൗണ്ട്സും. മിക്സ്ചേഴ്സ് എന്തൊക്കെയാ? ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഹോമോയും ഹെട്രോയും. കുഴപ്പമില്ലല്ലോ, അതാ വെച്ചിട്ട്. നിങ്ങൾ ഇരിക്കടാ, എഴുതി പഠിച്ച നാളേക്ക് ക്ലിയർ ചെയ്യണോട്ടോ. ജസ്റ്റ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണോട്ടോ. എനിക്ക് വരുമ്പോ തിങ്കളാഴ്ചക്ക് വരും കേട്ടോ. ഓലാദിശ കേട്ടില്ലേ? ക്ലാസ്സിൽ സംസാരില്ല കേട്ടോ. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ സംസാരില്ല, ഞാൻ വിളിച്ച് പുറത്താക്കും കേട്ടോ. ഹോമോജീനിയസും അതുപോലെ എന്താ ഹെട്രോജീനിയസും. ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാം.
ശ്രദ്ധിക്കുക, പ്യുവർ സബ്സ്റ്റൻസസ്. പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ ആണെന്ന് പറഞ്ഞാൽ എന്താ? അതിൽ വേറൊന്നും ഉണ്ടാവില്ല അല്ലെ? പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് സംഗതി. പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ contain only one type of particles. എന്താണ്? contain only one type of particles. ഏതെങ്കിലും ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രം, മാത്രമുള്ള സബ്സ്റ്റാൻസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്യുവർ സബ്സ്റ്റാൻസസ്. ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ. ഇപ്പൊ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ നമ്മള് ഏതാ? ഗോൾഡ്. വെരി ഗുഡ്. ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ആര് മാത്രമേ ഉള്ളൂ? ഗോൾഡിന്റെ ആര് വാക്ക് പറഞ്ഞേ? ഗോൾഡിന്റെ എന്ത് ചേർന്നിട്ടാ? ഗോൾഡിന്റെ ഏറ്റവും ചെറിയ സാധനം എന്താ? ആറ്റം. അപ്പൊ ഗോൾഡിന്റെ ആറ്റംസ് മാത്രമല്ലേ ഉള്ളൂ, വേറെ വല്ലതും ഉണ്ടായില്ലേ? ഇല്ല, പ്യൂർ ഗോൾഡ് ആണ് കേട്ടോ. നമ്മള് ജ്വല്ലറി ഉപയോഗിക്കുമ്പോ അങ്ങനെയാണോ? അല്ല, ജ്വല്ലറി ഉപയോഗിക്കുന്ന ഗോൾഡ് എന്താ? മിക്സർ ആവും അല്ലെ? മിക്സർ അല്ലെ? മിക്സറാണ് എന്തായിട്ട് മാറിയത്? മിക്സറായിട്ട് മാറിയത് അല്ലെ? കുറെ സാധനങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് മിക്സർ അല്ലെ? കപ്പലണ്ടി ഉണ്ടാവും, നീളത്തിലൊരു സാധനം ഉണ്ടാവും, വേപ്പിലി ഉണ്ടാവും, ചിലപ്പോ മിക്സർ അല്ലെ? നമ്മൾ ജ്വല്ലറി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ? മിക്സറിലെ വിടുക. കാരണം എന്താ? അതിൽ ഗോൾഡിന്റെ കൂടെ ആരുണ്ടാവും? കോപ്പർ ഉണ്ടാവും അല്ലെ? പ്യൂർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആരാത്? എന്ത് സബ്സ്റ്റൻസാ? പ്യൂർ സബ്സ്റ്റൻസ്. ഒരു കാര്യം ചോദിക്കട്ടെ, അത് എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ? ഗോൾഡ് എന്താ? കോമ്പൗണ്ട് ആണോ? ഗോൾഡ് കോമ്പൗണ്ട് അല്ലല്ലോ. എന്താണ്? എലമെന്റ്. അതിൽ ഒരു ടൈപ്പ് പാർട്ടിക്കിളെ ഉണ്ടാവൂ എന്നുള്ളതാണ്. ഇപ്പൊ പഞ്ചസാര പ്യൂർ സബ്സ്റ്റൻസ് ആണോ? അതെ. അതെന്തുകൊണ്ടാ പറഞ്ഞുതരാം. പക്ഷെ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടാവും. വെള്ളം, വാട്ടർ എടുക്കാം. വാട്ടർ പ്യൂർ സബ്സ്റ്റൻസാ. കാരണം എന്താ അറിയോ? വാട്ടറിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാവും. എന്താ വാട്ടറിന്റെ മോളിക്യൂളിന്റെ പേര്? H2O. അപ്പൊ രണ്ട് H-ഉം ഒരു O ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്, ഒരു കട്ടയാണ് എന്ത്? H2O എന്ന് പറയുന്ന മോളിക്യൂൾ. വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ കുറെ കട്ടകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ? ആണോ? കോമ്പൗണ്ട് ആണ് സംഭവം. പക്ഷെ ബേസിക് പാർട്ടിക്കിൾ ഏതാ? H2O. പറയേ, H2O മോളിക്യൂൾ അല്ലെ? ആണോ? H2O മോളിക്യൂൾസ് ആണ് ബേസിക് സാധനം. അതിൽ മിക്സ്ചർ ഉണ്ടാ? വേറെ സാധനങ്ങൾ ഉണ്ടാ? ഇല്ല. ഏറ്റവും ബേസിക് പാർട്ടിക്കിൾ ഏതാണെന്ന് മാത്രം? മോളിക്യൂൾ ആണെന്ന് മാത്രം. എലമെന്റ് ആണെങ്കിൽ ഏറ്റവും ബേസിക് പാർട്ടിക്കിൾ ആരായിരിക്കും? ആറ്റം. എലമെന്റ് ആണെങ്കിൽ ഏറ്റവും ബേസിക് പാർട്ടിക്കിൾ ആരായിരിക്കും? പ്യൂർ സബ്സ്റ്റൻസസിന്റെ ഡെഫിനിഷൻ പഠിച്ച അവസാനിപ്പിച്ച ആദ്യം എന്താ പ്യൂർ സബ്സ്റ്റൻസസ്? കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾസ് ചിലപ്പോ എന്താവാം? ചിലപ്പോ എന്താവാം? ശരിയാ പറഞ്ഞോ. ചിലപ്പോ എന്താവാം? ആറ്റംസ് ആവാം. ചിലപ്പോ എന്താവാം? പറഞ്ഞടാ. ആ ബേസിക് പാർട്ടിക്കിൾ ചിലപ്പോ ആറ്റംസ് ആവാം, അല്ലെങ്കിൽ എന്താവാം? മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ എന്താവാം? അപ്പൊ ആറ്റംസ് ആവുകയാണെങ്കിൽ അവരെ ഏത് ടൈപ്പിൽ പെടും? എലമെന്റ്സ്. മോളിക്യൂൾ ആണ് ഏറ്റവും ബേസിക് പാർട്ടിക്കിൾ എങ്കിൽ അതിനെന്ത് വിളിക്കാം? കോമ്പൗണ്ട്സ്. അപ്പൊ രണ്ടും എന്ത് തന്നെയാണ്? എലമെന്റും കോമ്പൗണ്ടും എന്ത് തന്നെയാണ്? പ്യൂർ സബ്സ്റ്റൻസ് തന്നെയാണ്. അതിൽ എത്ര പാർട്ടിക്കിളേ ഉള്ളൂ? എത്ര ടൈപ്പ് പാർട്ടിക്കിളേ ഉള്ളൂ? വൺ ടൈപ്പ്. അത് ചിലപ്പോൾ ആറ്റംസ് ആവാം, ചിലപ്പോൾ എന്താവാം? മോളിക്യൂൾസ് ആവാം. പ്യൂർ സബ്സ്റ്റൻസസ്. അപ്പൊ പ്യൂർ സബ്സ്റ്റൻസസ് എത്ര കാറ്റഗറിയാ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറയാ, നിങ്ങൾ പഠിച്ചു കഴിയൂടെ മിക്കതും. പ്യൂർ സബ്സ്റ്റൻസസ് എത്ര കാറ്റഗറിയാ? ഏതൊക്കെയാ? എലമെന്റ്സിൽ ആരാണ് ബേസിക് പാർട്ടിക്കിൾ? എത്ര ടൈപ്പ് പാർട്ടിക്കിളാ? അതുകൊണ്ടാണ് അത് എന്തെന്ന് വിളിക്കണേ? പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ആരാ? അതിൽ എത്ര ടൈപ്പ് പാർട്ടിക്കിളാ? ഒരെണ്ണം. അത് എന്തായിരിക്കുന്നു മാത്രം? മോളിക്യൂൾസ് ആയി. കുഴപ്പമില്ലല്ലോ. പിടി കിട്ടിയോ പറഞ്ഞത്? അപ്പോ ഒന്നുകൂടെ പറഞ്ഞേ. വാട്ട് ഈസ് പ്യൂർ സബ്സ്റ്റൻസസ്? ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. എന്താ? contain only one type of particle. അപ്പൊ അതിന്റെ താഴെ നമുക്ക് ഏത് ഇൻക്ലൂഡ് ചെയ്യാം? എത്ര കാറ്റഗറി ആയിട്ടാണ് അത് വരുന്നത്? രണ്ട് കാറ്റഗറിയാണ്. ഫസ്റ്റ് ഏതാ? എലമെന്റ്സ്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? which contain only one type of, ഉറക്കെ പറഞ്ഞേ, one type of particle എന്നാണ് ആകാശ പ്യൂർ സബ്സ്റ്റൻസസ്. അത് ഓക്കെ. എലമെന്റ്സിലേക്ക് വരുമ്പോൾ എന്താ? which contain only one type of, ഉറക്കെ പറ, atoms. അത്രയല്ല. അപ്പൊ എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? Pure substances which contain only one type of atoms. Elements appo endha? Pure substance aanu. Pure substances which contain
which contain only one type of atom, which contain only one type of atom. കുഴപ്പമില്ലല്ലോ. അപ്പൊ അവിടെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വൺ വേർഡുകൾ ഒന്ന് ആഡ് ചെയ്യാം. The word element. എലമെന്റ് എന്നുള്ള വാക്ക് കൊണ്ടുവരുന്ന ആരാണ്? റോബർട്ട് ബോയിൽ ആണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും റോബർട്ട് ബോയിലിനെ? ഇല്ലേ? കേട്ടിട്ടുണ്ട്. ബോയിൽസ് ലോ എന്ന് കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ ക്ലാസ്സിൽ അല്ലേ? റോബർട്ട് ബോയിൽ ആണ്. കേട്ടിട്ട് ഇപ്പൊ ഇല്ല തോന്നുന്നു അല്ലേ? പറഞ്ഞ പോലെ ഗ്യാസ് ലോസ് പഠിക്കണ്ടോ? ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ പഠിക്കണ്ട. റോബർട്ട് ബോയിൽ. അപ്പൊ കുഞ്ഞു വൺ വേർഡ്സ്. ദ വേർഡ് എലമെന്റ് റോബർട്ട് ബോയിൽ. എന്താ എഴുതിയതിന്റെ അർത്ഥം? അങ്ങനെ ഒരു വേർഡ് ഫോർവേഡ് ചെയ്ത ആരാണ്? റോബർട്ട് ബോയിൽ ആണ്. ഈ റോബർട്ട് ബോയിലിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിനെയാണ് ഇന്ന് വിളിക്കണം നമ്മള് ഫാദർ ഓഫ് ഏൻഷ്യന്റ് കെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. റോബർട്ട് ബോയിൽ, ഫാദർ ഓഫ് ഏൻഷ്യന്റ് കെമിസ്ട്രി, പുരാതന കെമിസ്ട്രിയുടെ എന്താണ് പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ബോയിൽ ആണ്. അത് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് എന്തൊക്കെ എഴുതണം, അല്ലെങ്കിൽ എഴുതാവുന്നില്ല. ഒന്ന് എഴുതി പോവാ എന്തായാലും ആദ്യത്തെ ക്ലാസ്സുകളല്ലേ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. എത്ര എലമെന്റ്സ് ആ പീരിയോഡിക് ടേബിളില്? ഒന്ന് പറയടാ. 118 എലമെന്റ്സ് ആണ് അല്ലെ? എത്ര എലമെന്റ്സ് ആ? 118. ഇനി മോണോ ആറ്റോമിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് ഇല്ലേ? മോണോ ആറ്റോമിക് ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ലേ? ഉണ്ട്. ഇപ്പൊ സോഡിയം ആറ്റം എങ്ങനെ എഴുതാറ് നമ്മള്? Na. അപ്പൊ ഒരു ആറ്റം തന്നെയാണ് അതിന്റെ എന്ത്? അതിന്റെ മോളിക്യൂളും വരുന്നത് അല്ലെ? ആണോടാ? അപ്പൊ മോണോ ആറ്റോമിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ സോഡിയം, പൊട്ടാസ്യം ഒക്കെ അതിൽ പെടുന്നു. പിന്നെ എന്തുണ്ട്? ഡയാറ്റോമിക് ഉണ്ട്. അതായത് അവര് ഒറ്റയ്ക്ക് നിൽക്കില്ല അല്ലെ? ഡയാറ്റോമിക് ഏതാ? ഹൈഡ്രജൻ ഒക്കെ എഴുതുമ്പോ എങ്ങനെ എഴുതാറ്? H2 ആണോ? H2 അല്ലെങ്കിൽ ഏതാ? ഇപ്പൊ Cl2 എഴുതുമ്പോ അല്ലെ Cl2 എന്നാണ് എഴുതുക. അല്ലെങ്കിൽ ഇനി പിന്നെ പോളി ആറ്റോമിക് ആയിട്ടുള്ളത്. പോളി ആറ്റോമിക് വെറുതെ നാർമലിക്കായിട്ട് എഴുതി ലിസ്റ്റ്. അപ്പൊ എലമെന്റ്സ് തന്നെ നമുക്ക് എത്ര രീതിയിൽ പറയാം? എലമെന്റ്സ് എത്ര രീതിയിൽ പറയാം? ജനറലി 3 രീതിയിൽ പറയാം. ഏതാ? മോണോആറ്റോമിക്, ഡയാറ്റോമിക്, പോളിയാറ്റോമിക്. മോണോആറ്റോമിക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഒരു ആറ്റം തന്നെയാണ് അതിന്റെ ഒരു മോളിക്യൂൾ അല്ലെ? ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടാവും. ശരിയല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചത്. ഫോസ്ഫറസ് S8 വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതിട്ടോ. ഫോസ്ഫറസ് S4 പോളിയാറ്റോമിക്കിലെ, പിന്നെ P8 ഫോസ്ഫറസ് S4ഉം S4ഉം P4 അല്ല, S8ഉം P4 വന്നിട്ടല്ല നമ്മൾ പറഞ്ഞു പോട്ടെ എടുക്കുമ്പോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എലമെന്റ്സ് മനസ്സിലായി അല്ലെ? അപ്പൊ എലമെന്റ്സ് എത്ര? ഈ ഇതില് ഒന്നിലധികം ഈ ഡയാറ്റോമിക് എന്ന് പറയുമ്പോഴേ അതിൽ 2 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാ ഇല്ല കേട്ടോ? അതിൽ ആരെന്നെയാ? H2 എന്ന് പറയുമ്പോ ഏത് പാർട്ടിക്കിൾ തന്നെയാണുള്ളൂ? അതില് H മാത്രമേ ഉള്ളൂ. ആറ്റം ഏതാ? അതിലുള്ള ആറ്റം ഏതാ? H2 എന്ന് പറയുമ്പോ ഉള്ള ആറ്റം ഏതാ? H മാത്രമല്ലേ ഉള്ളൂ. എത്ര ടൈപ്പ് ആറ്റേ ഉള്ളൂ? ഒരു ടൈപ്പ് ആറ്റേ ഉള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെയാണ് എന്ത്? രണ്ടാമത്തെ കാറ്റഗറി പ്യുവർ സബ്സ്റ്റാൻസസിൽ രണ്ടാമത്തെ വരുന്ന സാധനമാണ് എന്ത്? കോമ്പൗണ്ട്സ് അല്ലേ? രണ്ടാമത്തെ വരുന്ന സാധനമാണ് എന്ത്? കോമ്പൗണ്ട്സ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത? ഇവിടെ എന്താ പറഞ്ഞ നമ്മള് എലമെന്റ്സിൽ പ്യുവർ സബ്സ്റ്റാൻസസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ആറ്റം മാത്രമാണ് ഉണ്ടാവുക. ഒരു കോമ്പൗണ്ടിന്റെ ഉദാഹരണം പറഞ്ഞു പിന്നെ H2O. അതിൽ എത്ര ടൈപ്പ് ആറ്റംസ് ഉണ്ട്? H2 എന്ന് പറയുമ്പോ എത്ര ടൈപ്പ് ആറ്റംസ് ഉണ്ടാ? 2 എണ്ണം. ഏതൊക്കെയാ? H-ഉം O-യും. അപ്പോ അത് ഏതിൽ പെടുക? അപ്പൊ കോമ്പൗണ്ട് വെച്ച് പറഞ്ഞല്ലേ? ഏതിൽ പെടുക? കോമ്പൗണ്ട്. അപ്പൊ ഡെഫിനിഷൻ എങ്ങനെയാക്കാം? ഒന്ന് വായിച്ചു നോക്കിയേ. പ്യുവർ സബ്സ്റ്റാൻസസ് വിച്ച് കണ്ടെയ്ൻ ഇത് വായിക്കാനില്ല. കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ ആയിട്ട് വായിക്കേ. എന്താ? പ്യുവർ സബ്സ്റ്റാൻസസ് വിച്ച് കണ്ടെയ്ൻ ഇനിയാ 2 കുഴപ്പമില്ല. അല്ലെങ്കിൽ 2 മാത്രമാണ്. മോർ ദാൻ അല്ലെ? മോർ ദാൻ എത്ര? മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ആറ്റംസ്. കുഴപ്പമില്ലല്ലോ. ഒന്നിലധികം ടൈപ്പ് ആറ്റങ്ങൾ ഉള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട്സ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ അതിൽ എത്ര ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ട്? എത്ര ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ട്? ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് ഉള്ളൂ. പക്ഷെ അതിന്റെ പാർട്ടിക്കിളിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? മനസ്സിലാവണ്ട? ഇതിന്റെ പാർട്ടിക്കിളിൽ എത്ര ആറ്റം ഉണ്ടാവും? 2 അല്ലെങ്കിൽ 2 രണ്ടിലധികമോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. പിടികിട്ടിയാ പറഞ്ഞത്? ഇവിടെ ശ്രദ്ധിച്ചേ. അതായത്
ഇത് എലമെന്റ് ആണ് അല്ലേ. H2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ, H2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ, H2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ, H2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ. മക്കളെ ഇതിൽ എത്ര ടൈപ്പ് പാർട്ടിക്കിൾ ഉണ്ട്? ഒരു ടൈപ്പ് പാർട്ടിക്കിൾ. ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. സാധനം എന്താ? എന്ത് സബ്സ്റ്റൻസ് ആണ്? ശ്രദ്ധിക്കുക, എന്ത് സബ്സ്റ്റൻസ് ആണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇതിൽ എത്ര ടൈപ്പ് ആറ്റംസ് ഉണ്ട്? പക്ഷെ നോക്കിട്ട് പറയടാ, ഇതിൽ എത്ര ടൈപ്പ് ആറ്റംസ് ഉണ്ട്? H2 എന്ന് പറയുമ്പോ പറയേ, എത്ര ടൈപ്പാ? ഒക്കെ പറ. 1 ആണോ? ഏതാണ് ആറ്റം? H. വെരി ഗുഡ്. ഏതാണ് ആറ്റം? H. ഇതുവരെ കുഴപ്പമില്ല. ഈ ഭാഷ അടുത്ത് എഴുതുന്നു. H2O, H2O, H2O. ഇതില് അങ്ങനെ പോണം. ഇതില് എത്ര ടൈപ്പ് പാർട്ടിക്കിൾസ്, എത്ര ടൈപ്പ് ഉണ്ട്? ഒരെണ്ണം. വെരി ഗുഡ്. ഇതിൽ എത്ര ടൈപ്പ് പാർട്ടിക്കിൾസ്? ഏതാണ് ആ പാർട്ടിക്കിൾ? H2O. അപ്പൊ ആര് പറഞ്ഞേ? H2O. H2O എന്ത്? H2O മോളിക്യൂൾ. അതാണ് ബേസിക് പാർട്ടിക്കിൾ. കുഴപ്പമില്ലല്ലോ. ബേസിക് പാർട്ടിക്കിൾ ഏതാ? H2O മോളിക്യൂൾ. പക്ഷെ ആ പാർട്ടിക്കിളിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ്. അപ്പൊ അത് ഏതിലേക്ക് പോയി? കോമ്പൗണ്ടിലേക്ക് പോയി. രണ്ടിലും ബേസിക് പാർട്ടിക്കിൾ എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണം. രണ്ടിലും ബേസിക് പാർട്ടിക്കിൾ എത്രണ്ണ? പക്ഷെ ബേസിക് പാർട്ടിക്കിളില് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ പറയേ എലമെന്റ്. ബേസിക് പാർട്ടിക്കിളില് ഒന്നിലധികം ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻ എഴുതി കൊടുത്തേ. എന്താ കോമ്പൗണ്ട് എങ്ങനെ എഴുതാം? പ്യുവർ സബ്സ്റ്റാൻസസ് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ ആറ്റം. പ്യുവർ സബ്സ്റ്റാൻസസ് which contain more than one atom. Which contain more than one atom. അപ്പൊ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞോ. ഏതാ? H2O അല്ലെങ്കിൽ ഏതാ? CO2 അല്ലെങ്കിൽ ഏതാ? NH3. മതി. കോമ്പൗണ്ട് എന്താന്നുള്ളത് ക്ലിയർ ആയി. അപ്പൊ എന്താണ് എലമെന്റ്സ്, എന്താണ് കോമ്പൗണ്ട്സ്? എന്താണ് എലമെന്റ്സ്, എന്താണ് കോമ്പൗണ്ട്? കോമ്പൗണ്ടും എലമെന്റ്സും എന്താ? വെരി പ്യുവർ സബ്സ്റ്റൻസ് അല്ലേ. അടുത്ത എഴുതാം മിക്സ്ചേഴ്സ്. അടുത്ത എന്താണ്? മിക്സ്ചേഴ്സ്. എന്താ പ്യുവർ സബ്സ്റ്റൻസസ്? ഒന്ന് വായിച്ചേ. എന്താ പ്യുവർ സബ്സ്റ്റൻസസ്? contain only one type of. അപ്പൊ എന്തായിരിക്കും മിക്സ്ചേഴ്സ്? which contain more than one type of more than one type of particles. അത്ര തന്നെയുള്ളൂ. അപ്പൊ എഴുതാം മിക്സ്ചേഴ്സ്. contain more than one type of particle. മിക്സ്ചേഴ്സ് എന്താണ്? contain more than one type of particles. contain more than one type of particles നെയാണ് എന്ന് പറയുന്നത് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കേ, മിക്സ്ചേഴ്സ്. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ഗോൾഡ് അപ്പൊ എന്താ? ജ്വല്ലറി ആയിട്ട് ഉപയോഗിക്കുന്ന ഗോൾഡ് എന്താ? മിക്സ്ചർ അല്ലേ. കാരണം അതിൽ ഗോൾഡും ഉണ്ട്, നേരത്തെ നിങ്ങൾ പറഞ്ഞ എന്തുണ്ട്? കോപ്പറും ഉണ്ട്. ഗോൾഡും ഉണ്ട്, കോപ്പറും ഉണ്ട് അല്ലേ. ഈ പറയുന്ന മിക്സ്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. അപ്പൊ താഴേക്ക് വരാം. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. Definition of mixtures having uniform composition. Mixtures having uniform composition throughout. Mixtures having uniform composition throughout are called homogeneous mixtures. Example, all type of solutions, comma, area. And heterogeneous mixtures.
അപ്പൊ എന്താണ് അവിടെ നോട്ട് വെച്ച് കൊടുക്കുക അല്ലെ, യൂണിഫോം കോമ്പോസിഷൻ അല്ല, ഡിഫറെന്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെന്റ് പാർട്സ്. Mixtures having different composition at different parts. Different composition at different parts. Oh, sorry. Different composition, different parts. Different composition at different parts. Example either sea water, soil, muddy water. Sea water, soil, muddy water. Water simple ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മിക്സേഴ്സ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് മിക്സേഴ്സിന്റെ പ്രത്യേകത? എന്താ? കണ്ടെയ്ൻ മോർ ദാൻ one type of particles. അപ്പൊ അതില് ഒന്നിലധികം എന്ത് വരും? ആറ്റംസോ അല്ലെങ്കിൽ ഒന്നിലധികം മോളിക്യൂൾസോ ഒക്കെ മിക്സ് ആയിട്ട് എടുക്കുകയാണ് അല്ലെ. അതിനെയാണ് എന്ന് പറയുന്നത് മിക്സേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ, എയർ. എയർ എന്ന് നമ്മൾ ശ്വസിക്കുന്ന എയറിന്റെ പ്രത്യേകത എന്താ? ഇതിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട് അല്ലെ, സൾഫർ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കുറെ സാധനങ്ങൾ ചേർക്കണം നിൽക്കണേ അല്ലെ, വാട്ടർ ഉണ്ട്. ശരിയല്ലേ? മിക്സ്ചർ ആണ്. അപ്പൊ ഒന്നിലധികം പാർട്ടിക്കിൾസ് ഇല്ലേ അല്ലേ? ഉണ്ടോ? പല ടൈപ്പ് ആറ്റംസും ഉണ്ട്, പല ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സാധനങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മള് എന്ന് വിളിക്കണേ മിക്സ്ചേഴ്സ്. അത് എത്ര കാറ്റഗറി ഉണ്ട്? ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഞാൻ ശ്വസിക്കുന്ന എയറിന് ഒരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ ശ്വസിക്കുന്ന അതേ എയർ തന്നെയാണ്. ശരിയല്ലേ? ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൂടുതൽ നൈട്രജനും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കുറവ് നൈട്രജൻ ആണോ? അങ്ങനെ വരുമോ? ഇല്ല. ഇതിന്റെ കോമ്പോസിഷൻ എല്ലായിടത്തും എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായ? ഉദാഹരണത്തിന് നമ്മൾ കുറച്ചൊരു ഗ്ലാസ് വെള്ളം എടുക്കാം, അതിൽ 2 സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ, പഞ്ചസാര ഇട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ മധുരം എവിടെയായിരിക്കും? മുകളിൽ നമ്മൾ കുടിക്കുമ്പോൾ മധുരം ഉണ്ടാവും? ഇല്ല. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തു? ഇളക്കി. ഇനി കുടിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് തൊട്ട് കുടിച്ചു തുടങ്ങി, അവസാനം വരെ കുടിച്ചിട്ട് കിട്ടും. നമുക്ക് മധുരം എന്തായിട്ടാ ഫീൽ ചെയ്യുക? ഒരു ഈക്വൽ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ? ഈ രണ്ടാമത് പറഞ്ഞ കേസ്, അപ്പൊ പഞ്ചസാര അതിന്റെ എല്ലാ ഭാഗത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് എന്തായി? മിക്സ് ആയി. അപ്പൊ അത് എന്ത് മിക്സ്ചറായി? ഹോമോജീനിയസ് മിക്സ്ചർ. ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, പഞ്ചസാര വെള്ളം ആയിക്കോട്ടെ, ഉപ്പ് വെള്ളം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പൊ ഇവിടെ എന്താ പോയിന്റ്? നമ്മുടെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മിക്സ്ചേഴ്സ് ഹാവിംഗ് യൂണിഫോം കോമ്പോസിഷൻ throughout. Mixtures having uniform composition throughout. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മിക്സിംഗ് നടന്നിട്ടുണ്ടാവുക. നമ്മളൊരു കറി കഴിക്കുമ്പോ എങ്ങനെയാ? ഒരു കറി കഴിക്കുകയാണ്, സാമ്പാർ കഴിക്കണം, നമുക്ക് ഒരേ ടേസ്റ്റ് അല്ലേ ഫീൽ ചെയ്യാറ്? ഒരു പരിധി വരെ ഒരു ടേസ്റ്റ് അല്ലേ ഫീൽ ചെയ്യാറ്? എല്ലാ ഭാഗത്തേക്കും മുളകും മല്ലിയൊക്കെ ഒരുപോലെ എത്തിണ്ടാവില്ലേ? അല്ലാതെ നമ്മൾ ആദ്യം കുറച്ചെടുത്തപ്പോ മല്ലിയുടെ ടേസ്റ്റ് കിട്ടി, കുറച്ച് കഴിയുമ്പോൾ പിന്നെ മുളകിന്റെ ടേസ്റ്റ് കിട്ടാണോ ചെയ്യണേ? അല്ല. അപ്പൊ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഉറക്കെ പറ. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ എന്നുള്ള മീനിങ് ആണ്. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ. ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ്. ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ്. അപ്പൊ എന്താ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്? നോക്കിയേ, മിക്സ്ചേഴ്സ് ഹാവിംഗ് ഡിഫറെന്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെന്റ് പാർട്സ്. ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിപ്പോ എന്ത് മിക്സറാ? ഹെട്രോജീനിയസാ. കാരണം എന്താ? പഞ്ചസാരയുടെ അളവ് എവിടെ കൂടുതലാ? അടിയിലത്തെ സ്ഥലത്ത് കൂടുതലായിരിക്കും, മുകളിൽ കുറവായിരിക്കും. ശരിയല്ലേ? അതിന് വിളിക്കുന്ന പേരാണ് എന്താ? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എക്സാമ്പിൾസ് നോക്കൂ. സീ വാട്ടർ, കടലിന്റെ എല്ലാ ഭാഗത്തും ഉപ്പിന്റെ അളവും മറ്റു സാധനങ്ങളുടെ അളവ് ഒരുപോലെ ആയിരിക്കുമോ? അല്ല. ചില സ്ഥലത്ത് ഉപ്പിന്റെ അളവ് കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് ഉപ്പിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് അല്ലെ? സോയിൽ, മണ്ണ്, അതുപോലെ അല്ലേ? എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ മണ്ണ്? അല്ല. ചില സ്ഥലത്ത് കൂടുതലുണ്ടാവും അല്ലെ? ചില എലമെന്റ്സ് എല്ലാത്തും കൂടുതലുണ്ടാവും, ചില സ്ഥലത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെന്താ? മഡി വാട്ടർ, ചെളിവെള്ളം നല്ല ഉദാഹരണമാണ് അല്ലെ? ചെളിവെള്ളം എപ്പോഴും എല്ലായിടത്തേക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നിൽക്കുക? അല്ല. ചില ചെളിയിലേക്ക് കയറുമ്പോൾ അടിയത്തെ പൊടി അങ്ങനെ അടിച്ചെന്ത് കലങ്ങണ കാണാം അല്ലെ നമുക്ക്? അപ്പൊ കലങ്ങണ കാണുന്നത് എപ്പോഴാ? എല്ലായിടത്തും എങ്ങനെയല്ലായിരുന്നു?
ഒരുപോലെ അല്ലായിരുന്നു. പിന്നെ നമ്മൾ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യണേ, കുറച്ചേരത്തേക്ക് കളഞ്ഞു, പിന്നെ വീണ്ടും എവിടെ പോയിട്ട് എടുക്കും, അവര് പൊടി അടിയിൽ പോയിട്ട് കിടക്കും. ശരിയല്ലേ? ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം. എക്സാമ്പിൾസ് നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ വരാന്ന് അറിയാം. ഇതൊക്കെ തരും നമുക്ക്. എയർ, സോൾട്ട് വാട്ടർ, സീ വാട്ടർ, സോയില്, മഡി വാട്ടർ. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും, ഇതിൽ ആരൊക്കെയാണ് ഹോമോജീനിയസ്, ആരൊക്കെയാണ് ഹെട്രോജീനിയസ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. വളരെ റയറായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താ മിക്സ്ചേഴ്സ്? contain more than one type of particles. എന്താ homogeneous mixtures? Mixtures having uniform composition throughout. Examples എന്താ? All type of solutions. Heterogeneous mixtures ആണ്. Mixtures having different ആണ് അല്ലേ? Homo എന്ന് വെച്ചാൽ എന്താ? Homo എന്ന് വെച്ചാൽ എന്താ? Uniform അല്ലെങ്കിൽ എന്താ? Same. Hetero എന്ന് പറഞ്ഞാൽ എന്താ? Different. അപ്പൊ different composition at different parts. Example എന്താ? Sea water, soil, mud. അപ്പൊ ആ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ബേസിക് സാധനം എന്താ? മാറ്റർ. മാറ്ററിന് എത്രയായിട്ട് പക്ഷെ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത് പറഞ്ഞാൽ മതി. മാറ്ററിനെ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? ഫസ്റ്റ് ഏതൊക്കെയാ? പ്യുവർ സബ്സ്റ്റൻസസും പ്യുവർ സബ്സ്റ്റൻസസിന് എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? ഏതൊക്കെയാ? മിക്സ്ചേഴ്സിന് എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? ഏതൊക്കെയാ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. കുഴപ്പമില്ലല്ലോ. എന്താ പ്യുവർ സബ്സ്റ്റൻസ്? which contain only എന്ന് പറഞ്ഞ എന്താ പ്യുവർ സബ്സ്റ്റൻസസ്? one type of particles. എന്താ എലമെന്റ്സ്? which contain only one type of atoms. which contain only one type of atoms. എന്താ compounds? which contain only one type of which contain more than one type of more than one atom. എന്താ more than one compound? എന്താ which contain particles contain more than one atom. എന്താ homogeneous? homogeneous എന്ന് പറയുമ്പോൾ ഈ വാക്ക് പറഞ്ഞാൽ മതി. എന്ത് കോമ്പോസിഷൻ ആണ്? യൂണിഫോം കോമ്പോസിഷൻ. എക്സാമ്പിൾസ് പറഞ്ഞേ, all type of solutions. heterogeneous എന്താ? different composition at different parts. അല്ലേ? എക്സാമ്പിൾസ് എന്താ? sea water, soil, muddy water. കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താ കെമിസ്ട്രി? കെമിസ്ട്രി is the branch of science which deals with the preparation, properties, structure and the reactions of material substances. Matter എന്താ? simple equation എന്താ? matter mass plus volume. definition എന്താ? anything that occupies space and has a definite volume. അത് പറഞ്ഞേ, anything that occupies space and has a definite volume. definite mass. അല്ലേ? മാറ്ററിനെ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? മാറ്ററിനെ വെരി ഗുഡ്. ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാറ്ററിനെ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തു? 7. ഏതൊക്കെയാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. ഓർത്തെടുത്ത് പറഞ്ഞേ. നാലാമത്തേതാ? പ്ലാസ്മ. അഞ്ചാമത്തേതായിരുന്നു? ബോസൈസ്റ്റൈൻ കണ്ടൻസേറ്റ്. ഏതാ? പിന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പിന്നെ എന്താ? കോർക്ക് ഗ്ലൂക്കോൺ സ്റ്റേറ്റ്. കോർക്ക് ഗ്ലൂക്കോൺ. ഏഴെണ്ണം പറഞ്ഞേ. ഏതൊക്കെയാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. പിന്നെ ഏതാ? ബോസൈസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂക്കോൺ, പ്ലാസ്മ. ശരിയല്ലേ? മാറ്ററിനെ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തു? ഏതൊക്കെയാ? മിക്സ്ഡ്. എന്താ പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ സബ്സ്റ്റൻസസിനെ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തു? ഏതൊക്കെയാ? മിക്സ്ചേഴ്സിനെ ഹോമോജീനിയസും പ്യുവർ സബ്സ്റ്റൻസസ് എന്താ? which contain one type of particles. elements എന്താ? which contain only one type of atoms. examples അറിയാലോ. എലമെന്റ് എന്നുള്ള വാക്ക് ആരാ കണ്ടുപിടിച്ച്? ഫാദർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി ആരാ? എത്ര എലമെന്റ്സ് ഉണ്ട്? ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. എത്ര എലമെന്റ്സാ? 118 എലമെന്റ്സ്. പിന്നെ എന്താ? കോമ്പൗണ്ട്. which contain പറയേ, which contain more than one type of atom. more than one atom. mixtures എന്തായിരുന്നു? which contain more than one type of particles. അങ്ങനെയല്ലേ എഴുതി നമ്മള്? which contain more than one type of particles. എത്ര ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ഉണ്ട്? ഏതൊക്കെ? ഹോമോ,
ആദ്യം ബേസിക് ആയിട്ട് പറയാം. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് കോമ്പോസിഷൻ? ഹോമോ. ഹെട്രോ എന്താ? ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞ എന്താ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, മിക്സ്ചേഴ്സ് ഹാവിംഗ് യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. എന്നിട്ട് പറഞ്ഞ മിക്സ്ചേഴ്സ് എക്സാമ്പിൾസ് പറഞ്ഞ കൂടെ പറയും. എന്താ? ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആൻഡ് പിന്നെ ഏതാ? ഹെട്രോ ബേസിക് വാക്ക് എന്താ? ഹെട്രോജീനിയസ്, ഡിഫറെന്റ് കോമ്പോസിഷൻ. മറ്റേ ഡിഫറെന്റ് മുന്നിൽ എന്ത് ചോദിക്കുക? മിക്സ്ചേഴ്സ് ഹാവിംഗ് ചോദിക്കുക അല്ലെ? അപ്പൊ എന്താ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്? മിക്സ്ചേഴ്സ് ഹാവിംഗ് ഡിഫറെന്റ് കോമ്പോസിഷൻ ആൻഡ് ഡിഫറെന്റ് പോയിന്റ്സ്. എക്സാമ്പിൾസ് സീ വാട്ടർ, സോയില്, മഡി വാട്ടർ. പഠിച്ചു കഴിഞ്ഞില്ലേ? ഇവിടെ തന്നെ പഠിച്ച് അവസാനിപ്പിക്കാൻ കുറെ. ഇവിടെ തന്നെ റിവൈൻഡ് ചെയ്തുമ്പോ കുറെ കഴിയും, സമയം എടുക്കും, പക്ഷെ കഴിയുമ്പോ അല്ലെ? പ്രശ്നമില്ലല്ലോ. ഐഡിയ മനസ്സിലായ ഇതുവരെയുള്ളത്? ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു ഹെഡിങ് കൊടുത്തിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നാളെ എടുക്കാം നമുക്ക്, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ മതി. എടുത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കി നന്നായിട്ട്. പഠിക്കാനുള്ളത് എന്താണെന്ന് ക്ലിയർ അല്ലേ? ഇനി മാഷ് പറയണ്ടല്ലോ എന്തൊക്കെ പഠിക്കേണ്ടെന്നുള്ളത്. ലിസ്റ്റ് ആയി ആക്കി തരുന്നില്ലേ? അതായത് ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യണം? പഠിക്കണം. ശ്രദ്ധിച്ചേ, കുറെ ദിവസങ്ങൾ മാഷെ പഠിച്ചു വരാണ്ട് തട്ടിമുട്ടിയൊക്കെ വിട്ടു അല്ലേ? ഇന്നും വിട്ടു പോട്ടെ. തിങ്കളാഴ്ചക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വരണം കേട്ടോ. ഈ സാധനങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? പഠിച്ചു വരണം. ഇപ്പൊ തന്നെ ഒരു പഠിച്ചു കഴിഞ്ഞില്ലേ? പോണുള്ള മുന്നേ ഒരു തവണ റിവൈൻഡ് ചെയ്യാം. ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി വീട്ടിൽ പോയിട്ട് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എപ്പോ ചോദിച്ചാലും കിട്ടാവുന്ന അവസ്ഥയിൽ കിട്ടുന്നത്. ശരിയല്ലേ പറഞ്ഞത്? ആണോടാ? അതെ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. തിങ്കളാഴ്ച ചോദിച്ചിട്ട് കിട്ടാത്തവർക്ക് മാഷ് തല്ലും പഠിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. അധിക കാലം തല്ലണ്ടി വരില്ല. 1-2 പ്രാവശ്യം തല്ലണ്ടി വരില്ലോ. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയായിരിക്കും. ഒന്നല്ലെങ്കിൽ പിന്നെ നിങ്ങളെ തല്ല് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും? നല്ലപോലെ പഠിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ എന്താണ്? ട്യൂഷൻ വിട്ടു നിങ്ങൾ വരില്ല. അടിക്കാന്ന് പറഞ്ഞ മാഷ ആദ്യം തന്നെ പറഞ്ഞ നല്ല പട കിട്ടും. മനസ്സിലായി? നല്ല അടി കിട്ടും. യാതൊരു മയം ഉണ്ടാവില്ല കേട്ടാ. അതിന് വേറെ വിരോധമൊന്നും മാഷോട് തോന്നില്ല. മാഷ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. മാഷ് ചിലപ്പോൾ തല്ല് ചെയ്ത് പറയുകയും ചെയ്തു. മാഷോട് വ്യക്തിപരമായിട്ട് എന്ത് തോന്നരുത്? ദേഷ്യം തോന്നുന്നത്. അതൊക്കെ ഏത് സ്പിറ്റിൽ എടുക്കുക? ആ ഒരു സ്പിറ്റിൽ എടുക്കുക, ഒരു സ്പോർട്സ്മാൻ സ്പിറ്റിൽ എടുക്കുക. ഇനി പഠിക്കാൻ പറ്റിയില്ല, നിങ്ങൾ ക്ലാസ്സിന് വരണാണ് മുന്നേ ആരെടുത്ത് പറയുക? വീട്ടിൽ പറയാം, മാഷ അല്ല അമ്മ എന്താണ് അയാൾ പോയി എന്താ തല്ലു, ഞാൻ പഠിച്ചിട്ടില്ല, ഒരു വോയിസ് ഉണ്ട്. അപ്പൊ ഒരു നുണ പറയാ, നുണ പറയിച്ചോ കുഴപ്പമില്ല, നിങ്ങൾ പറയാം മാഷെ പനിയായി കാരണം അവൾക്ക് പഠിക്കാൻ പറ്റില്ല. നുണ ആയിക്കോട്ടെ, നോ ഇഷ്യൂ. പഠിച്ചിട്ടില്ല നിങ്ങൾ അവരെ അറിഞ്ഞാൽ മതി. അത് എല്ലാ ദിവസവും ആകുമ്പോൾ അവർക്കൊരു പിടുത്തം കിട്ടി. ശരിയല്ലേ? എല്ലാ ദിവസം ആകുമ്പോൾ പിന്നെ അവർ തന്നെ നിങ്ങൾ എന്താണ് അവിടെ ഇട്ട് തല്ലിക്കോളൂ, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. തല്ലാൻ പാടില്ല, തല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തല്ലിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. എന്നാലും പറയാം, കുറച്ച് ദിവസം തെറ്റി പോകണം. അപ്പൊ തിങ്കളാഴ്ച വരുമ്പോ എന്ത് ചെയ്യുക? എല്ലാവരും നല്ല പോലെ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വരിക. ഒന്ന് എഴുതി വായിച്ചു വയ്ക്കുക. ഒരു തവണ മാഷ റിവൈൻഡ് ചെയ്ത് തരാം. ഒരു പ്രാവശ്യം കൂടെ പാടിയിട്ട് പോകാം. ഒന്ന് വായിച്ചു വയ്ക്കുക. തൽക്കാലം പെട്ടെന്ന് വായിച്ചു വയ്ക്കുക. കടന്നുപോയതിലൂടെ അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കരുത് കേട്ടോ. അവിടെ കേട്ടില്ലേ? ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കരുത്. വേറെ മാർഗം കുറെ തവണ നമ്മൾ എന്ത് ചെയ്യും? കുറെ തവണ എന്ത് ചെയ്യുക? പറയും. പിന്നെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ആശ്രമിക്കുക. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വണ്ടി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക? സഹകരിക്കുക. പിന്നെ ഇതിപ്പോ വേറെ ഉണ്ടാവാറുണ്ട്, ആക്രമിച്ച് പിന്നെ പുറത്താകൂട്ട. മനസ്സിലായി? കഴിഞ്ഞൊക്കെ അങ്ങനെ പൊരിഞ്ഞലമ്പായിരുന്നു ചില ബാച്ചിൽ. കഴിഞ്ഞ ഇപ്പൊ ഇരിക്കുന്ന പ്ലസ് കൊണ്ട് ആരുടെ 3 പേരായിട്ട് അങ്ങനെ അലമ്പായി പോയി. മനസ്സിലായി? പിന്നെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല, ആ അവസ്ഥയ്ക്ക് ആക്കി തരേണ്ടി വരും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. മനസ്സിലായി? ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? മാഷ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ശ്രദ്ധിക്കുക, പിന്നെ അവിടെ സംസാരിക്കുക. അല്ല മാഷ് ഇവിടെ ലോക കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? സംസാരിച്ചോ, നോ പ്രോബ്ലം, കുഴപ്പമില്ലാത്ത ശ്രദ്ധിച്ചോളാം. നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം വായിച്ചു. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ, നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞോളൂ. ഒക്കെ ഒന്ന് വായിച്ചു നോക്കി, ഒരു തവണ കൂടെ പഠിപ്പിച്ചിട്ട് വിടാം. പക്ഷേ